ഫസ്റ്റ് മീൻ വറുത്ത് വെച്ചേക്കുന്നു. ഇത് 1000 രൂപയുടെ മീനാണ്. 2 വലിയ ചൂരയുണ്ട്. നമ്മുടെ അവിടെ അതൊക്കെ ഒരു 1500-2000 രൂപ ആയിരിക്കും. വെള്ളെണ്ണ അടുപ്പത്ത് വെച്ചേക്കണം. മീനിൻ്റെ അനുസരിച്ച് ഇടണം വെള്ളെണ്ണ. അതിന് ശേഷം കടുക് ഉലുവ പൊട്ടിക്കണം. അതിന് ശേഷം പൊട്ടിക്കഴിയുമ്പം ഉലുവ അധികം ഇടണം കടുകിനേക്കാൾ. പൊട്ടിക്കഴിയുമ്പോൾ കരിവേപ്പില ആവശ്യത്തിന് ഇറക്കണം. കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചേക്കണത്. ഈ വെളുത്തുള്ളി മുഴുവനായിട്ടാലും കുഴപ്പമില്ല. ഇഞ്ചി ഇതിലും ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതെനിക്ക് അവിടുന്ന് അരിഞ്ഞു കൊണ്ടേ തന്നേക്കണമായതുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇളക്കണം. തവി എടുത്ത് നല്ല ഇളക്കണം. വതക്കി ഇളക്കണം. ചവിടെയൊക്കെ എടുത്ത് അടുത്ത് വെച്ചോണം. വിനെഗർ, അച്ചാർ പൊടി ഉള്ളത്. നല്ല വതകണം. വാടണം. ലൈസ് എടുത്തിട്ടോ. കടിച്ചില്ല നീയാ? എവളോ അനുസരണയാ. അപ്പോൾ എവളോ അനുസരണ നിനക്ക്. എടുത്ത് ഇതിനെ ലൈസ്. അച്ചാറ് പൊടി, തികയില്ല. അച്ചാറുപൊടി കുറച്ചുകൂടി ഇടണം. അച്ചാറുപൊടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം വിനെഗർ ഒഴിക്കണം. വിനെഗർ വെള്ളമായിട്ട് കിടക്കും. തീ ഓഫ് ചെയ്ത് വെക്കണം. അതെല്ലാം ചെയ്യുമ്പോൾ അച്ചാറുപൊടി ഇടുമ്പോഴും വിനെഗർ ഒഴിക്കുമ്പോഴും ഇനി വറക്കാൻ നേരത്തെ പാകത്തിന് ഉപ്പിടാവുള്ളൂ. അച്ചാർ പൊടിക്ക് നല്ല ഉപ്പ് കാണും. ഉപ്പ് നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് ഇടാവുള്ളൂ. അവിടെ കൊണ്ട് വറക്കുമ്പോഴത്തേക്ക് എണ്ണ തെളിയുന്ന വരെ ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് മീനെടുത്തിടണം. ഇനി ഇളക്കണം. ഇളക്കി ഇങ്ങനെ ആയിരിക്കും. 2 ദിവസം ആകുമ്പോഴത്തേക്കും നല്ല സെറ്റാകും. അപ്പം ടേസ്റ്റ് ചെയ്യും. വിനെഗർ എല്ലാ ആവശ്യത്തിനും ഒഴിച്ച്, പൊടി എല്ലാ ആവശ്യത്തിനിട്ട്, ലാസ്റ്റ് കുറച്ച് കായം ഇട്ട നല്ല ഫിനിഷ്.